ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് എന്ന ചാപ്റ്ററിലെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷെയർസും ഷെയർ ക്യാപിറ്റലും അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലെ ടൈപ്സ് ഓഫ് ഷെയർസ് ആണ്. ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കമ്പനിക്ക് ഒരു ബിസിനസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എൻറ്റയർ എമൗണ്ടിനെ നമ്മൾ ഈക്വൽ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതിലെ ഓരോ യൂണിറ്റിനും വിളിക്കുന്ന പേരാണ് ഷെയർസ് എന്ന് വിളിക്കുന്നത്. ആ ഷെയർസ് ആണ് നമ്മൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുക. അത് അവർക്ക് ഓരോന്നായിട്ട് അത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഷെയർസ് എന്ന് പറയുന്നത്. ഈ ഷെയർസിന് മെയിനായിട്ടും 2 ടൈപ്പ് ഓഫ് ഷെയർസ് ആണ് നമുക്കുള്ളത്. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചത്. കഴിഞ്ഞ ദിവസം പ്രിഫറൻസ് ഷെയർസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്? പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ളത് കൊണ്ട്. ഇക്വിറ്റി രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടൈപ്പ് ഓഫ് ഷെയർസ് ആയ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ പ്രിഫറൻഷ്യൽ റൈറ്റ് അവർക്കുള്ളത് കൊണ്ടാണ് അവരെന്ന് വിളിക്കുന്നത് പ്രിഫറൻസ് ഷെയർസ് എന്ന് വിളിക്കുന്നത്. അവർക്ക് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. എന്തിനൊക്കെ? ഡിവിഡൻഡ് റിസീവ് ചെയ്യാനും അതുപോലെ ലാസ്റ്റ് വൈൻഡിങ് അപ്പ് സമയത്ത് അവർ തന്ന അവരുടെ ക്യാപിറ്റൽ എമൗണ്ട് തിരിച്ചു കിട്ടാനുമുള്ള പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ളത് കൊണ്ടാണ് അവരെ പ്രിഫറൻസ് ഷെയർസ് എന്ന് വിളിക്കുന്നത്. അത് നമ്മൾ അതിൻ്റെ മീനിങ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതുപോലെ അതിൻ്റെ ടൈപ്സും ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. സെക്കൻഡ് ഈസ് ഇക്വിറ്റി ഷെയർസ്. ഒന്നാമത്തെ പ്രിഫറൻസ് ഷെയർസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് നോക്കാം. ഇക്വിറ്റി ഷെയർസ്. ദീസ് ആർ ദോസ് വിച്ച് ആർ നോട്ട് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് അല്ലാത്ത ബാക്കി എല്ലാ ഷെയർസിനും നമ്മൾ എന്തെന്ന് വിളിക്കാം? ഇക്വിറ്റി ഷെയർസ് എന്ന് വിളിക്കാം. ദീസ് ഡു നോട്ട് ക്യാരി എനി പ്രിഫറൻഷ്യൽ റൈറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഡിവിഡൻഡ് ഓർ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ഡിവിഡൻറ്റിൻ്റെ റെസിപ്റ്റിനോ അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിനോ നമുക്ക് അവർക്ക് ഒരു പ്രിഫറൻഷ്യൽ റൈറ്റും ഏതിനില്ല? ഈ ഷെയർസിന് ഇല്ല. അവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രിഫറൻഷ്യൽ റൈറ്റും ഇല്ലാത്തത് കൊണ്ടാണ് അവരെന്ന് വിളിക്കുന്നത് ഇക്വിറ്റി ഷെയർസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ അവർക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നതിനേക്കാൾ മുമ്പ് എന്ത് കിട്ടിയിരിക്കണം? ഡിവിഡൻഡ് കിട്ടിയിരിക്കണം. അതുപോലെ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് ഇത് പ്രിഫറൻസ് ഷെയർസിന് കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രിഫറൻഷ്യൽ റൈറ്റും ഇല്ലാത്ത ഇൻ റെസ്പെക്ട് ഓഫ് ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അവരെ വിളിക്കുന്ന പേരാണ് ഇക്വിറ്റി ഷെയർസ്. Dividend is paid on equity shares only after paying a fixed rate of dividend on preference shares. Preference shareholdersനെ ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ അത് ആർക്ക് കിട്ടുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുള്ളൂ. ഇനി അഥവാ നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് എല്ലാ ലയബിലിറ്റീസും കഴിഞ്ഞ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനൊക്കെ ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞ് ബാക്കി ഒന്നുമില്ലെങ്കിൽ ആർക്ക്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒന്നും കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ ഇക്വിറ്റി ഷെയർസ് ഓൺലി ആഫ്റ്റർ പേയിങ് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ്. ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസ് ഈസ് നോട്ട് ഫിക്സഡ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ അവർക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് കിട്ടും. നമുക്ക് കാണാം, നമുക്കിനി പഠിക്കുമ്പോൾ നമുക്ക് കാണാം 12% പ്രിഫറൻസ് ഷെയർസ്. അതിൻ്റെ അർത്ഥം എന്താണ്? അവർ എത്ര രൂപ തന്നിട്ടുണ്ടോ അതിൻ്റെ 12% അവർക്ക് ഡിവിഡൻഡ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് 12% ഡിബഞ്ചേഴ്സ് എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ 10% ഡിബഞ്ചേഴ്സ് അല്ല, പ്രിഫറൻസ് ഷെയർസ്. 10% പ്രിഫറൻസ് ഷെയർസ് എന്നൊക്കെ പറയുന്ന അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ 1 lakh rupees തന്നിട്ടുണ്ടെങ്കിൽ ആ 1 lakhന്റെ 10% ആയ 10,000 അവർക്ക് ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കും. പക്ഷെ അങ്ങനെ ഒരു ഫിക്സഡ് റേറ്റ് ഏതിനില്ല? ഇക്വിറ്റി ഷെയറിനില്ല. പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ അത് മാനേജ്മെന്റ് തീരുമാനിക്കും. ആ പ്രോഫിറ്റിന്റെ എത്ര പ്രൊപ്പോർഷൻ നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണമെന്ന് അവർക്ക് തീരുമാനിക്കാം. ചിലപ്പോൾ അവർ പറയും നമുക്ക് ഈ വർഷം ഒന്നും കൊടുക്കണ്ടെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ക്ലെയിം ചെയ്യാനും കേസ് കൊടുക്കാനൊന്നും പറ്റില്ല. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അതിനുള്ള റൈറ്റ് ഇല്ല. അപ്പോൾ ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസ് ഈസ് നോട്ട് ഫിക്സഡ്. ഇറ്റ് വാരീസ് അക്കോർഡിംഗ് ടു ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ദ കമ്പനി ഏൺസ്. കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു വർഷം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വെച്ചാൽ എല്ലാ ബാധ്യതകളും കൊടുത്തു കഴിഞ്ഞ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡും കൊടുത്തു കഴിഞ്ഞ് ബാക്കിയും കുറേ പ്രോഫിറ്റ് അവരെ ബാക്കി ഉണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നല്ലൊരു എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് കിട്ടും. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞോണം എല്ലാതും കൊടുത്തു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ കമ്പനിയുടെ ഭാഗത്ത് പ്രത്യേകിച്ച് പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തുണ്ടാവും? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടില്ല. ഓക്കെ, ഇറ്റ് വാരീസ് അക്കോർഡിംഗ് ടു ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ദ കമ്പനി ഏൺസ്. ഇൻ ദ ഇവന്റ് ഓഫ് വൈൻഡിങ് അപ്പ് ദ ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് റീപെയ്ഡ് ലാസ്റ്റ്. അതുപോലെ വൈൻഡിങ് അപ്പ് സമയത്തും ബാക്കി എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ അത് ആർക്ക് കിട്ടുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുള്ളൂ.
കമ്പനിയുടെ എല്ലാ ലയബിലിറ്റീസും മീറ്റ് ചെയ്ത് ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യും, എത്ര നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടോ അവർക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ അവർ തന്ന ക്യാഷിനേക്കാൾ കൂടുതൽ കിട്ടാം, ചിലപ്പോൾ അവർ തന്ന ക്യാഷിനേക്കാൾ കുറവേ കിട്ടുള്ളൂ. മറ്റുള്ളവർക്ക് അങ്ങനെയല്ല. ഇപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരിച്ചു കൊടുത്തിരിക്കണം. ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നമ്മൾ 10 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതും തിരിച്ചു കൊടുത്തിരിക്കണം. പക്ഷെ അങ്ങനെ ഒരു നിർബന്ധം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇല്ല. അവരുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തപ്പോൾ. ഇനി അവസാനം കമ്പനി അടച്ചുപൂട്ടുന്ന സമയത്ത് എല്ലാ ലയബിലിറ്റികളും മീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി ചിലപ്പോൾ 8 lakh ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ എത്രയേ കൊടുക്കുള്ളൂ, 8 lakh കൊടുക്കുള്ളൂ. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് 2 lakh നഷ്ടമായി പോയി. അതിന് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാം. ചിലപ്പോൾ 10 lakh കൊടുത്തു, അവരിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് എല്ലാ ലയബിലിറ്റീസും മീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഒരു 15 ലക്ഷം ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് തന്നെ കൊടുത്തു തീർക്കും. അപ്പോൾ അവർക്ക് ലാഭം കിട്ടി. അപ്പോൾ കമ്പനി നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ അവർക്ക് വൈൻഡിങ് അപ്പ് സമയത്ത് റീപേയ്മെന്റ് കൂടുതൽ കിട്ടാം, അല്ലെങ്കിൽ ചിലപ്പോൾ നഷ്ടമുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ദീസ് ഷെയർസ് ഹോൾഡേഴ്സ് ഗെറ്റ് വോട്ടിംഗ് പവർ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രമുള്ള ഒരു പവറാണ് വോട്ടിംഗ് പവർ എന്ന് പറയുന്നത്. അതായത് കമ്പനിയിലെ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ അതിൽ ഇവരുടെ കൂടിയും ഒരു പാർട്ടിസിപ്പേഷൻ അവർക്ക് കിട്ടും. ഇവരുടെ കൂടിയും ഒരു ഒപ്പീനിയൻ ചോദിച്ച് അവർക്ക് അവരുടെ സജഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള റൈറ്റ് ആർക്ക് മാത്രമുള്ളൂ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ ഉള്ളൂ. കമ്പനിയുടെ മെമ്പർഷിപ്പിൽ അല്ലെങ്കിൽ മാനേജ്മെന്റിൽ റൈറ്റ് ആർക്ക് മാത്രമുള്ളൂ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ ഉള്ളൂ. അവരാണ് ആ കമ്പനിയുടെ ഓണേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇക്വിറ്റി ഷെയർസിൻ്റെ മീനിങ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഒരു പ്രിഫറൻഷ്യൽ റൈറ്റും ഇല്ലാത്ത, ഡിവിഡൻഡിൻ്റെ റിസീപ്റ്റിൻ്റെ കാര്യത്തിലായാലും അതുപോലെ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ആയാലും അതിന് രണ്ടിനും ഒരു പ്രിഫറൻഷ്യൽ റൈറ്റും ഇല്ലാത്ത ഷെയർ ഹോൾഡേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്. അവർക്കൊരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഒന്നും ഉണ്ടാവില്ല. കമ്പനി കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ അവർക്ക് കൂടുതൽ ഡിവിഡൻഡ് കിട്ടും, പ്രോഫിറ്റ് കുറഞ്ഞാൽ ഡിവിഡൻഡ് കുറയും, ലോസ് ആണെങ്കിൽ ഡിവിഡൻഡ് ഒന്നും കിട്ടില്ല. പക്ഷെ അവർക്കുള്ള ആകെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. കമ്പനിയുടെ ഓണേഴ്സ് എന്ന് അവരെ വിളിക്കപ്പെടുന്നത്. അവർക്ക് കമ്പനിയുടെ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിൽ നല്ലൊരു റോൾ അവർക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇക്വിറ്റി ഷെയർസിൻ്റെ മീനിങ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി അടുത്തൊരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് നമ്മൾ പഠിച്ച ഇക്വിറ്റി ഷെയറിൻ്റെയും പ്രിഫറൻസ് ഷെയറിൻ്റെയും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇക്വിറ്റി ഈസ് എ ഓണർഷിപ്പ് സെക്യൂരിറ്റി, പ്രിഫറൻസ് ഈസ് എ ഹൈബ്രിഡ് സെക്യൂരിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് ആ കമ്പനിയുടെ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് പല മാനേജ്മെൻറ്റ് ഡിസിഷൻസും എടുക്കാനുള്ള, കമ്പനിയെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓണർഷിപ്പ് സെക്യൂരിറ്റി ആണ്. പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് ഹൈബ്രിഡ് സെക്യൂരിറ്റി ആണ്. ഹൈബ്രിഡ് എന്ന് വെച്ചാൽ കോമ്പിനേഷൻ ഓഫ് ബോത്ത്, അതായത് ഓണർഷിപ്പ് ഉണ്ട് അതുപോലെ ഡെപ്റ്റുമാണ്. ഓണേഴ്സുമാണ് ഡെപ്റ്റേഴ്സുമാണ്. ഓണേഴ്സ് എന്ന് പറയാന്ന് വെച്ചാൽ അവർക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് അവർ ഓണേഴ്സ് എന്ന് വിളിക്കാം. അതേസമയം അവർ ഡെപ്റ്റേഴ്സുമാണ് അവർ. അതുകൊണ്ടാണ് അവരെന്ന് വിളിക്കുന്നത് ഹൈബ്രിഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. പ്രിഫറൻസ് ഷെയർസ് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഓൺഡ് ആൻഡ് ഡെപ്റ്റ് ക്യാപിറ്റൽ. Then dividend rate is not fixed, dividend rate is fixed. ഇക്വിറ്റി ഷെയറിൻ്റെ ഡിവിഡൻഡ് റേറ്റ് ഫിക്സഡ് ആണ് നമ്മൾ നേരത്തെ പഠിച്ചു. അതേസമയം പ്രിഫറൻസ് ഷെയറിന് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് നമ്മളെപ്പോഴും കൊടുക്കുക. അത് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ പെർസെൻറ്റേജ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അവർ എത്ര എമൗണ്ട് ആണ് തന്നത് അതിൻ്റെ ആ ഫിക്സഡ് പെർസെൻറ്റേജ് ആണ് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുക. അതേസമയം ഇക്വിറ്റി ഷെയറിൽ അങ്ങനെയല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒരു പെർസെൻറ്റേജ് ഒന്നും ഉണ്ടാവില്ല. അതാത് കൊല്ലങ്ങളിൽ അവർ ഏൺ ചെയ്യുന്ന റെസിഡുവൽ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ ഉണ്ടാക്കിയ പ്രോഫിറ്റിൽ നിന്ന് എല്ലാ ലയബിലിറ്റീസും ലെസ് ചെയ്ത് ബാക്കിയുള്ള പ്രോഫിറ്റിനെ വിളിക്കുന്ന പേരാണ് റെസിഡുവൽ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. അതിൽ നിന്നും ഒരു പ്രൊപ്പോർഷൻ ആണ് ഷെയർ ഹോൾഡേഴ്സിന്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുള്ളൂ. അല്ലാണ്ട് എല്ലാ കൊല്ലം ഇത്ര പെർസെൻറ്റേജ് ഡിവിഡൻഡ് തരാമെന്ന് ആരോട് പറയില്ല, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനോട് പറയില്ല. സോ ഡിവിഡൻഡ് റേറ്റ് ഈസ് നോട്ട് ഫിക്സഡ്. Next is dividend is paid last. Dividend is paid before paying the equity dividend. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എല്ലാ ബാധ്യതകളും കൊടുത്തു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുള്ളൂ. അതേസമയം പ്രിഫറൻസ് ഷെയർസിനാണെന്നുവെച്ചെങ്കിൽ ഇതുപോലെ തന്നെയാണ് എല്ലാ ബാധ്യതകളും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നേക്കാൾ മുമ്പ് ആർക്ക് കൊടുത്തിരിക്കണം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിരിക്കണം. ഓക്കെ, നേരത്തെ പറഞ്ഞോളം തന്നെയാണ് എല്ലാ ലയബിലിറ്റീസും മീറ്റ് ചെയ്ത് ബാക്കി ഉള്ളതിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നേക്കാൾ മുമ്പ് ആർക്ക് കൊടുത്തിരിക്കണം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിരിക്കണം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ബിഫോർ പേയിങ് ഇക്വിറ്റി ഡിവിഡൻഡ്.
Okay, then capital is repaid only in the event of winding up. Capital is repaid after a stipulated period. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ നമ്മൾ കൊടുത്ത ക്യാഷ് എന്നാ തിരിച്ചു കിട്ടുള്ളൂ, എന്നാണോ ആ കമ്പനി അടച്ചു പൂട്ടുന്നത് അന്നേ നമുക്കത് തിരിച്ചു കിട്ടുള്ളൂ. ഏതാണെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ആണെങ്കിൽ. അതേസമയം പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ അത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ഒരു ഡ്യൂ ഡേറ്റ് പറയും. നമ്മൾ കഴിഞ്ഞ ദിവസം ടൈപ്പിൽ പഠിച്ചിട്ടുണ്ട്, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇത്ര കൊല്ലത്തേക്കാണ് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങുന്നത് എന്ന് കൃത്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യും, ആ പ്രിസ്ക്രൈബ്ഡ് പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ അവരിൽ നിന്ന് മേടിച്ച ക്യാഷ് തിരിച്ചു കൊടുത്തിരിക്കണം, അത് നിർബന്ധമാണ്. പക്ഷേ ഇക്വിറ്റി ഷെയറിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. റിഡംഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല, തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. എന്നെ തിരിച്ചു കൊടുക്കൂ, കമ്പനി എന്നാണ് ബിസിനസ് അടച്ചു പൂട്ടുന്നത്, വൈൻഡപ്പ് ചെയ്യുന്നത്, അന്നാണ് ഈ എമൗണ്ട് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടവരുള്ളൂ. പ്രിഫറൻസ് ഷെയർ അങ്ങനെയല്ല. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര പീരീഡിലേക്കാണ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ അവരിൽ നിന്ന് വാങ്ങിയ ക്യാഷ് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ദെൻ വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, നോ വോട്ടിംഗ് റൈറ്റ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഞാൻ നേരത്തെ പറഞ്ഞോണം വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. കമ്പനിയുടെ പല കാര്യങ്ങളും ഡിസിഷൻ മേക്കിങ്ങിന് ഇവരുടെ കൂടി പാർട്ടിസിപ്പേഷൻ ഉണ്ടാകും. പക്ഷേ പ്രിഫറൻസ് ഷെയർസിന് അങ്ങനെയല്ല, എന്തില്ല, വോട്ടിംഗ് റൈറ്റ് ഇല്ല. ദെൻ നോമിനൽ വാല്യൂ ഈസ് ലോവർ, നോമിനൽ വാല്യൂ ഈസ് ഹയർ. ഇക്വിറ്റി ഷെയർസിൻ്റെ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് ഫേസ് വാല്യൂ, ഒരു ഷെയറിന് 10 റുപ്പി വെച്ച് അങ്ങനെയാണ് പറയുക, അല്ലെങ്കിൽ ഒരു ഷെയറിന് 25 റുപ്പീസ്, അങ്ങനത്തെ അതിന് വിളിക്കുന്ന പേരാണ് നോമിനൽ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂ. ഇക്വിറ്റി ഷെയർസിൻ്റെ നോമിനൽ വാല്യൂ ഫേസ് വാല്യൂ ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പ്രിഫറൻസ് ഷെയർസിൻ്റെ നോമിനൽ വാല്യൂ ഫേസ് വാല്യൂ കൂടുതലായിരിക്കും. ചിലപ്പോൾ 100 അങ്ങനെയൊക്കെയാണ്, 110 അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് ക്യാഷ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഏதாவது വാങ്ങാൻ പറ്റും, ഇക്വിറ്റി ഷെയർസ് വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് വാങ്ങണമെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ചധികം ക്യാഷ് വേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഇക്വിറ്റി ഷെയറിന് 10 രൂപയും പ്രിഫറൻസ് ഷെയറിന് 100 രൂപയെന്ന് വിചാരിക്കാം. എൻ്റെ കയ്യിൽ 100 രൂപ ഉള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഇക്വിറ്റി ഷെയർസ് 10 എണ്ണം മേടിക്കാം, അതേസമയം പ്രിഫറൻസ് ഷെയർ ആണെങ്കിലോ ഒരെണ്ണം വാങ്ങാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പ്രിഫറൻസ് ഷെയറിൻ്റെ നോമിനൽ വാല്യൂ കൂടുതലാണ്, ഇക്വിറ്റി ഷെയറിൻ്റെ കുറവാണ്. എക്സ്പെൻസ് ഓൺ ഇഷ്യൂ ആർ ലോവർ, എക്സ്പെൻസ് ഓൺ ഇഷ്യൂ ആർ ഹയർ. അതുപോലെ നമുക്ക് ഇഷ്യൂ ചെയ്യാനുള്ള ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്നാണ് മെയിനായിട്ടും പറയുക. അതായത് അത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന കോസ്റ്റുകൾ ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ കുറവായിരിക്കും, പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും, ഹയർ ആയിരിക്കും. ഓക്കെ, അത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്നാണ് പറയുക. അത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എക്സ്പെൻസ് ഓൺ ഇഷ്യൂ എന്ന് പഠിച്ചാലും മതി. അത് ഇക്വിറ്റി ഷെയറിന് കുറവായിരിക്കും, പ്രിഫറൻസ് ഷെയറിന് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കോമൺ ആയിട്ട് വരുന്ന ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും തമ്മിലുള്ള ഡിഫറൻസ്. നിങ്ങൾക്ക് ഇതിനും കൂടുതൽ പോയിന്റ്സ് വേണമെങ്കിൽ അതിൻ്റെ തിയറി കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് ഇനിയും എഴുതാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഈ 7 പോയിന്റെങ്കിലും നിങ്ങൾ പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. അത് വേറൊരു ടൈപ്പ് ഓഫ് ഇക്വിറ്റി ഷെയർ ആണ്. അത് ഇക്വിറ്റി ഷെയറിൻ്റെ പ്രിഫറൻസ് ഷെയറിൻ്റെ ടൈപ്സ് പഠിച്ചോണം, അധികം ടൈപ്സ് ഒന്നും ഇക്വിറ്റി ഷെയറിന് ഇല്ല. പക്ഷേ ഇതൊരു സെപ്പറേറ്റ് ടൈപ്പാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. The shares allotted to employees or directors either at a discount or for a consideration other than cash for providing know-how or intellectual capital are called sweat equity shares. ഓക്കെ, അതായത് ഓൾറെഡി നമ്മുടെ കമ്പനിയിലുള്ള എംപ്ലോയീസിനോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കമ്പനീനെ മാനേജ് ചെയ്യാനായിട്ട് വരില്ല. ആ കമ്പനിയിലെ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ കുറച്ച് പേരെ സെലക്ട് ചെയ്യും. അവർ വിളിക്കുന്ന പേരാണ് ഡയറക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അവരാണ് നമ്മുടെ കമ്പനിയുടെ മെയിൻ ഡിസിഷൻസ് ഒക്കെ എടുക്കുക. അപ്പോൾ അവർക്ക് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ ഇഷ്യൂ ചെയ്യുന്ന ഏതർ അറ്റ് എ ഡിസ്കൗണ്ട്, ഒന്നല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഷെയറിന് 10 രൂപയാണെങ്കിൽ അവർക്ക് മാത്രം 9 റുപ്പീസിന് നമ്മൾ ഇഷ്യൂ ചെയ്യും. ഓർ ഫോർ എ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് കൊടുക്കുന്നതിന് പകരം ഇപ്പോൾ അവർ നല്ലൊരു കാര്യം ചെയ്തു, നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു ടെക്നിക്കൽ നോഹൗ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ അവർക്ക് ഒരു സം സോർട്ട് ഓഫ് മോട്ടിവേഷൻ കൊടുക്കാനായിട്ട് മോണിറ്ററി റിവാർഡിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ക്യാഷ് രൂപത്തിൽ കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, നമ്മുടെ കമ്പനിയുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യാം. ചിലപ്പോൾ അങ്ങനെയാവാം, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ, ഞാൻ നേരത്തെ പറഞ്ഞ 10 രൂപയുടെ ഷെയർ അവർക്ക് 9 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ അവർക്ക് ലാഭമാണിത്. ആ രീതിയിൽ നമുക്കൊരു ഓഫർ കൊടുക്കാം. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിനെ വിളിക്കുന്ന പേരാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, ദ ഷെയർസ് അലോട്ടഡ് ടു എംപ്ലോയീസ് ഓർ ഡയറക്ടേഴ്സ് ഏതർ അറ്റ് എ ഡിസ്കൗണ്ട്, ഒന്നല്ലെങ്കിൽ വില കുറവിന്, ഓർ ഫോർ എ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്, അല്ലെങ്കിൽ ക്യാഷിന് പകരമായിട്ട്, നമ്മൾ ക്യാഷ് കൊടുക്കേണ്ട ഒരു കാര്യത്തിന് പകരമായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, ഷെയർസ് കൊടുക്കാം. ഫോർ പ്രൊവൈഡിങ് നോഹൗ ഓർ ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ, അത്
എന്തെങ്കിലും ഒരു പുതിയ നോഹോ എന്ന് വെച്ചാൽ ടെക്നിക്കൽ നോഹോ, പുതിയൊരു കാര്യം നമ്മുടെ കമ്പനിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം കോൺട്രിബ്യൂട്ട് ചെയ്തതിന്, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തതിന് അലോട്ട് ചെയ്ത് കൊടുക്കുന്ന ഷെയർ എന്ന് വിളിക്കുന്ന പേരാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ. These shares should not be sold within 1 year from the date of allotment. ഇനി ഞാനിതൊരു കമ്പനിക്ക് ഒരു എംപ്ലോയിക്ക് കൊടുത്തു, ആൾക്ക് ഒരു കൊല്ലത്തിനുള്ളത് വേറെ ആൾക്ക് മറിച്ച് വിൽക്കാനായിട്ട് പാടില്ല. സപ്പോസ് ഞാനൊരു കമ്പനിയുടെ എംപ്ലോയി ആയിരുന്നു, ഞാൻ ആ കമ്പനിക്ക് നല്ലൊരു ഇന്നോവേറ്റീവ് ഐഡിയ കോൺട്രിബ്യൂട്ട് ചെയ്തതിന് ആ കമ്പനി എനിക്ക് അവരുടെ 5 ഷെയർ തന്നു. എനിക്കിപ്പോൾ ആ കമ്പനിയുടെ ഷെയർ ആവശ്യമില്ല, ഞാനത് റീസെയിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കൊല്ലത്തിനുള്ളിൽ ചെയ്യാനായിട്ട് പാടില്ല. നമുക്ക് ചെയ്യാം, പക്ഷേ ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് 1 year എന്നാലും നമുക്കത് റീസെയിൽ ചെയ്യാനായിട്ട് പാടുള്ളൂ. അതൊരു നിയമമുള്ള റെസ്ട്രിക്ഷൻ ഉള്ള ഒരു കാര്യമാണ്. ഫോർ ഇറ്റ്സ് ഇഷ്യൂ ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അങ്ങനെ ഒരു കമ്പനി സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ദ ഇഷ്യൂ ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ. സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജനറൽ ബോഡി മീറ്റിംഗ് ഒക്കെ കൂടും. എന്താ ജനറൽ ബോഡി മീറ്റിംഗ്? ആ കമ്പനിയിലുള്ള എല്ലാ ഷെയർ ഹോൾഡേഴ്സും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആ മീറ്റിങ്ങിനെ വിളിക്കുന്ന പേരാണ് ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത്. അത് സാധാരണ ഒരു കൊല്ലത്തിൽ ഒരു തവണയൊക്കെയാണ് നമ്മൾ കൂടാറുള്ളത്. അങ്ങനെ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് കൂടുമ്പോൾ അതിൽ നമ്മൾ റെസൊല്യൂഷൻ പാസ്സാക്കാന്ന് കേട്ടിട്ടില്ലേ? ഇപ്പോൾ നിയമസഭയിലൊക്കെ ഓർഡർ റെസൊല്യൂഷൻ പാസ്സാക്കി നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജനറൽ ബോഡിയിൽ ഈ കാര്യം പ്രസന്റ് ചെയ്യുക, എല്ലാ മെമ്പേഴ്സും യാതൊരു ഒപ്പോസിഷനും ഇല്ലാണ്ട് എല്ലാവരും അംഗീകരിക്കണം ഈ കാര്യം. അതായത് നമ്മുടെ ഇത്ര നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എംപ്ലോയീസിനെ ഇങ്ങനെ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന കാര്യം നമ്മുടെ ജനറൽ ബോഡി മീറ്റിംഗിൽ പ്രസന്റ് ചെയ്ത് എല്ലാ മെമ്പേഴ്സും എല്ലാ ഷെയർ ഹോൾഡേഴ്സും യുനാനിമസ് ആയിട്ട് അത് അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Then it should specify the number of shares, current market price, consideration, the class of directors or employees to whom such shares are to be issued, etc. ഞാൻ അത് കൃത്യമായിട്ട് പറയണം, എത്ര ഷെയർസ് ആണ് നമ്മൾ ഈ രീതിയിൽ ഇഷ്യൂ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസ്, ഇപ്പോഴത്തെ അതിൻ്റെ വില എത്രയാണ്. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് എത്ര രൂപയാണ് നമ്മൾ വാങ്ങുന്നത്, അല്ലെങ്കിൽ ക്യാഷിന് പകരമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. Then the class of directors or employees to whom such shares are to be issued. ഏത് ഡയറക്ടേഴ്സിനും എംപ്ലോയീസിനുമാണ് ഈ ഷെയർസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്തിരിക്കണം. നമ്മൾ ഈ സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞ ഹെഡിൻ്റെ അണ്ടറിൽ എത്ര ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, നമ്മളിപ്പോൾ അവർക്ക് എത്ര റുപ്പീസിനാണ് എത്ര ഡിസ്കൗണ്ടിനാണ് ഓഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺസിഡറേഷൻ ആയിട്ടാണോ അതർ ദാൻ ക്യാഷ് എന്ന രൂപത്തിലാണ് ഇത് ഇഷ്യൂ ചെയ്തേക്കുന്നത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. അതുപോലെ നമ്മുടെ കമ്പനിയിലുള്ള ഏതൊക്കെ ഡയറക്ടേഴ്സിനാണ് അല്ലെങ്കിൽ ഏതൊക്കെ എംപ്ലോയീസിനാണ് നമ്മൾ ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് അതും നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. A period of 1 year should have lapsed since the date on which the company became entitled to commence business. അതുപോലെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷം കംപ്ലീറ്റ് ആയ കമ്പനികൾക്ക് മാത്രമേ ഈ രീതിയിലുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്ത് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല, സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതിന് ഒരു വർഷം കഴിഞ്ഞ കമ്പനികൾക്ക് മാത്രമേ അങ്ങനത്തെ ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. These are issued in accordance with the regulations issued by SEBI. SEBI എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഫോളോ ചെയ്തിട്ട് ഈ രീതിയിലുള്ള ഇഷ്യൂ നമുക്ക് നടത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് വേറൊരു ടൈപ്പ് ഓഫ് ഒരു കാറ്റഗറി ഓഫ് ഇക്വിറ്റി ഷെയർസ്, സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. നമ്മുടെ കമ്പനിയിലുള്ള എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനും ഡയറക്ടേഴ്സിനും ഒരു ഡിസ്കൗണ്ടിലോ അല്ലെങ്കിൽ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ന രൂപത്തിലോ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിനെ വിളിക്കുന്ന പേരാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് വിളിക്കുന്നത്. അത് അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പനിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഐഡിയയ്ക്ക് പകരം നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതാണ്. ഓക്കെ, അങ്ങനെ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മളൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അതിൽ നമ്പർ ഓഫ് ഷെയർസ്, എമൗണ്ട്, ക്ലാസ് ഓഫ് ഡയറക്ടേഴ്സ് ടു ഹൂം ഇറ്റ് ഈസ് ടു ബി ഇഷ്യൂഡ് അതൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു വർഷത്തിനുള്ളിൽ ഈ ടൈപ്പ് ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ഈ ടൈപ്പ് ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് സബ്ജക്റ്റ് ടു ദി റെസ്ട്രിക്ഷൻസ് ഓർ റെഗുലേഷൻസ് ഗിവൺ ബൈ ദി സെബി. സെബി പറഞ്ഞിട്ടുള്ള റെഗുലേഷൻ പ്രകാരമേ ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ എംപ്ലോയീസിനെ അത് കിട്ടിയതിന് ഒരു കൊല്ലത്തിനുള്ളിൽ അത് റീസെയിൽ ചെയ്യാനുള്ള
റൈറ്റ് ഇല്ല. അവർക്കത് വേറൊരാൾക്ക് വിൽക്കണമെങ്കിൽ, എനിക്കിപ്പോൾ ആ കമ്പനിയുടെ ഷെയർസ് താല്പര്യമില്ല, വേണ്ട എന്നൊരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ 1 വർഷം വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടേ നമുക്കത് വേറൊരാൾക്ക് വിൽക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഈ സ്വെറ്റ് ഇക്വിറ്റി ഷെയറിനെ പോലെ റിലേറ്റഡ് ആയിട്ടുള്ള അതിനോട് റിലേറ്റഡ് വേറൊരു ടോപ്പിക്കാണ് എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം, ഇസോസ്. എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. It is a scheme under which the company gives option to the whole-time directors, officers or employees to purchase or subscribe at a future date. നേരത്തെ എന്തായിരുന്നു, ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു ഡയറക്ടർ കമ്പനിക്ക് ബെനിഫിഷ്യൽ ആയിട്ട് ഒരു കാര്യം ചെയ്തതിന് ഒരു റിവാർഡ് പോലെയാണ് നമ്മൾ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കമ്പനി ഒരു ഫ്രഷ് ഇഷ്യൂ നടത്തുമ്പോൾ അതിലുള്ള എംപ്ലോയീസിന് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർസ് പർച്ചേസ് ചെയ്യാമെന്ന്. അതായത് കമ്പനി ഓൾറെഡി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് വീണ്ടും ഫണ്ടിന് റിക്വയർമെൻറ്റ് വന്നാൽ അവർക്ക് വീണ്ടും എന്ത് ചെയ്യാം, വീണ്ടും ഷെയർസ് ഇഷ്യൂ ചെയ്യാം. അങ്ങനെ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഓഫീസേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസിന് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കമ്പനി പുതുതായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം എന്നൊരു ഓപ്ഷൻ കൊടുക്കും. അങ്ങനെ ആ സ്കീമിനെ വിളിക്കുന്ന പേരാണ് ഇസോസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്കീം അണ്ടർ വിച്ച് the company gives option to the whole-time directors, officers or employees to purchase or subscribe at a future date. This right may be exercised by the employees. അപ്പം അങ്ങനെ ഒരു ഓഫർ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇനി എംപ്ലോയീസിന് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ആ കമ്പനിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ there is no obligation on the part of the employees to exercise this option. നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് ചെയ്യണമെന്ന് കമ്പനി ഒരിക്കലും പറയില്ല. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. There is no obligation on the part of the employees to exercise this option. Most of the companies are offering these shares at a concessional rate. ഒട്ടുമിക്ക കമ്പനികളും അതൊരു കൺസെഷൻ, അതായത് ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും. കാരണം എംപ്ലോയീസിനാണ് കൊടുക്കുന്നത്, അവർക്ക് ഒരു ഡിസ്കൗണ്ട് ആയിട്ടില്ലേ. കാരണം എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിയിലെ ഒരു മെമ്പർ തന്നെയാണ്. അപ്പോൾ അവർക്ക് ഓഫർ ചെയ്യുമ്പോൾ പബ്ലിക്കിന് കൊടുക്കുന്നേക്കാൾ ഒരു ഡിസ്കൗണ്ട് റേറ്റ് നമുക്ക് വേണമെങ്കിൽ ഇഷ്യൂ ചെയ്യാം. The main aim is to retain good employees and involve them in the affairs of the company. ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയിലുള്ള നല്ല എംപ്ലോയീസിനെ അവിടെ പിടിച്ചു നിർത്താൻ. അതായത് ഇപ്പോൾ ആ എംപ്ലോയി നമ്മുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആയാൽ അവർ ഒരു കാരണവശാലും ആ കമ്പനി വിട്ട് പോവില്ല. കാരണം അവർക്ക് ആ കമ്പനിയിലെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് എംപ്ലോയി എന്ന രീതിയിലുണ്ട്, ഷെയർ ഹോൾഡർ എന്ന രീതിയിൽ 2 റോളുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്താൽ എൻ്റെ കമ്പനിയിലെ പ്രോഫിറ്റ് കൂടും, അതിൻ്റെ ഒരു ഷെയർ എനിക്ക് കിട്ടുമെന്നൊരു ഫീലിംഗ് എംപ്ലോയീസിൻ്റെ മൈൻഡിലുണ്ടാവും. അപ്പോൾ അതുപോലെ നല്ല ഓഫറുകൾ കിട്ടുമ്പോൾ അവർ ഈ കമ്പനി വിട്ടു പോവില്ല. കാരണം ഇത് എൻ്റെ സ്വന്തം കമ്പനിയാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യാൻ തന്നെയായിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം. അവർ സിൻസിയറായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്യാനാണ് ടു റീറ്റെയിൻ ഗുഡ് എംപ്ലോയീസ് ആൻഡ് ഇൻവോൾവ് ദം ഇൻ ദ അഫയേഴ്സ് ഓഫ് ദി കമ്പനി. അതുപോലെ അവരുടെ നല്ല കോൺട്രിബ്യൂഷൻസ് ഒക്കെ. ഇപ്പോൾ ഒരു എംപ്ലോയി ആണെങ്കിൽ എന്താണ്, അത് ആൾ വർക്ക് ചെയ്യുന്നത് ശമ്പളത്തിന് വേണ്ടി മാത്രമായിരിക്കും. അപ്പോൾ അത്രയ്ക്ക് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അതേസമയം അയാളൊരു എംപ്ലോയിയും അതുപോലെ ഷെയർ ഹോൾഡറും ആണെങ്കിൽ ആൾക്ക് കുറച്ചും കൂടി കമ്മിറ്റ്മെൻറ്റ് കൂടും. സാലറി പ്ലസ് അവർക്ക് പ്രോഫിറ്റ്, അവരുടെ കമ്പനി ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ ഒരു ഭാഗം അവർക്ക് കിട്ടും ചെയ്യും. അപ്പം അങ്ങനെ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അവർ കുറച്ചും കൂടി നന്നായിട്ട് നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. സോ ദ മെയിൻ എയിം ഈസ് ടു റീറ്റെയിൻ ഗുഡ് എംപ്ലോയീസ് ആൻഡ് ടു ഇൻവോൾവ് ദം ഇൻ ദ അഫയേഴ്സ് ഓഫ് ദി കമ്പനി. സ്പെഷ്യൽ റെസൊല്യൂഷൻ ഹാവ് ടു ബി പാസ് റിഗാർഡിംഗ് ദിസ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇസോസ് എന്ന് പറഞ്ഞ സ്കീം നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞോണം ജനറൽ മീറ്റിംഗിൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കണം. ദ ഓപ്ഷൻ ഈസ് നോട്ട് ട്രാൻസ്ഫറബിൾ. അതായത് ഈ ഓഫർ ആർക്കാണ്, ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് മാത്രമാണ്. അപ്പോൾ ഞാൻ ആ കമ്പനിയുടെ എംപ്ലോയി ആണെന്ന് വിചാരിക്കുക, എനിക്ക് ആ കമ്പനിയുടെ ഷെയർസ് അങ്ങനെ വാങ്ങാനായിട്ട് താല്പര്യമില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യാണ്, എനിക്ക് കമ്പനിയിൽ നിന്ന് കിട്ടിയ ഈ ഒരു ഓപ്ഷൻ വേറൊരാൾക്ക് കൊടുക്കുകയാണ്. അതായത് എനിക്ക് കിട്ടിയ ഓപ്ഷൻ 10 രൂപയുടെ ഷെയർ നിങ്ങൾ 8 രൂപയ്ക്ക് വാങ്ങിക്കോളൂ എന്ന ഓപ്ഷനാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ എനിക്ക് ആ കമ്പനിയുടെ ഷെയർസ് വാങ്ങാൻ എൻ്റെ കയ്യിൽ ചിലപ്പോൾ ക്യാഷ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്നാൽ ശരി ഇതെൻ്റെ വേറൊരു റിലേറ്റീവിനെ പറയാണ്, നീ 8 രൂപയ്ക്ക് ആ കമ്പനിയുടെ ഷെയർസ് വാങ്ങാൻ പറ്റും, നീ വാങ്ങിക്കോളൂ എന്ന് പറയാനായിട്ട് പാടില്ല. അതാണ് പറഞ്ഞത് നോട്ട് ട്രാൻസ്ഫറബിൾ. ഓഫർ കിട്ടിയിരിക്കുന്നത് ഞാൻ ആ കമ്പനിയുടെ എംപ്ലോയി ആയതുകൊണ്ടാണ്. എനിക്ക് വേണമെങ്കിൽ അത് വാങ്ങാം, അല്ലെങ്കിൽ വേറൊരാൾക്കത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടില്ല.
ഓക്കെ, അതാണ് ഈ ഓപ്ഷൻ്റെ ഇത്രയ്ക്ക് കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സെമ്മിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാം. ഇപ്പോൾ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം ഉണ്ട്. ഒരു കമ്പനി പുതുതായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള, അത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഷെയർസ് ഒരു കൺസെഷണൽ റേറ്റിൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ പഠിച്ച സ്വെറ്റ് ഇക്വിറ്റി ഷെയർ അങ്ങനെയല്ല. ഫ്രഷ് ഇഷ്യൂ ആ കേസിൽ നമ്മൾ ഫ്രഷ് ഇഷ്യൂ ഒന്നും നടത്തണമൊന്നുമില്ല. ഏതെങ്കിലും ഒരു എംപ്ലോയി നമ്മുടെ കമ്പനിക്ക് വേണ്ടി നല്ലൊരു വർക്ക് ചെയ്ത് തന്നാൽ അവർക്ക് ഒരു റിവാർഡ് എന്ന രീതിയിൽ കൊടുക്കുന്ന ഷെയർസാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. അവിടെ ഇപ്പോൾ ഫ്രഷ് ഇഷ്യൂ കമ്പനി പുതുതായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയം വരെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. ആ കമ്പനിക്ക് അവരുടെ എക്സിസ്റ്റിംഗ് കയ്യിലുള്ള ഷെയർസ് അവർക്ക് എടുത്തു കൊടുത്താൽ മതി. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ പുതുതായിട്ട് പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ പുതുതായിട്ട് ഷെയർസ് ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യാനായിട്ട് ഷെയർസ് ഓഫർ ചെയ്യുമ്പോൾ ആദ്യത്തെ ഓഫർ ആർക്ക് കൊടുക്കുകയാണ്? എംപ്ലോയീസിന് കൊടുക്കുകയാണ്. ഈ സ്കീമിൽ ഇസോസ് എന്ന് പറഞ്ഞ സ്കീമിൽ ചെയ്യണത്. ക്ലിയർ? താങ്ക് യു.